ഹായ് ഡിയേഴ്സ്, വെൽക്കം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് 4 വർക്ക് ഈസ് വർഷിപ്പ് എന്നുള്ളതിലെ ലാസ്റ്റ് ചാപ്റ്റർ ദ പ്ലോമാൻ എന്ന് പറയുന്നൊരു പോയമാണ്. ഹിയർ ഈസ് എ പോയം റിട്ടൺ ബൈ ദ ഫേമസ് അമേരിക്കൻ പോയറ്റ് ഒലിവർ വെൻഡൽ ഹോംസ്. ഇവിടെ തന്നിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ പോയറ്റ് ഒലിവർ വെൻഡൽ ഹോംസ് എഴുതിയിട്ടുള്ള ഒരു പോയം ആണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഓതർ ആരാണ്? ഒലിവർ വെൻഡൽ ഹോംസ് ആണല്ലേ. ഇറ്റ് ഈസ് അബൌട്ട് എ ഫാമേഴ്സ് ലൈഫ്, ഹാർഡ് വർക്ക് ആൻഡ് ലിവിങ്. അപ്പോൾ ഈ പോയം പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? എബൌട്ട് എ ഫാർമർ, ഒരു കർഷകനെ കുറിച്ചിട്ടാണല്ലേ. ഈ കർഷകൻ്റെ ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും, ഹാർഡ് വർക്ക് കഠിനാധ്വാനവും, ആൻഡ് ലിവിങ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഒക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. അപ്പോൾ ഒരു കർഷകൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. ദ പ്ലോമാൻ. പ്ലോമാൻ എന്ന് പറഞ്ഞാൽ പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരനില്ലേ, അദ്ദേഹം ചെയ്യുന്നൊരു ജോലിയാണ് ഈ പ്ലോ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ കർഷകൻ ചെയ്ത ജോലി എന്താണ്? നിലം ഉഴുതു മറിക്കുന്നുണ്ടല്ലേ, അതാണ് ഈ പ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നയാളാണ് ഈ പ്ലോമാൻ. ഇവിടെ ഈ പിക്ചർ ഒരു ഫീൽഡാണല്ലേ, ഒരു പാടം. ആ പാടത്ത് ആരൊക്കെയുണ്ട്? നമ്മുടെ കർഷകനായിട്ടുള്ള പ്ലോമാൻ ഉണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ടൂൾസ് ഉണ്ട്, പിന്നെ നിലം ഉഴുതു മറിക്കുന്നുണ്ട് അല്ലേ. ഈ പ്ലോമാൻ്റെ ഒരു ജീവിത രീതിയും കഠിനാധ്വാനവും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ചാപ്റ്റർ 2 സ്റ്റാൻസാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പോയം, ഓൺലി 2 സ്റ്റാൻസാസ്. നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റാൻസ ഡിസ്കസ് ചെയ്യാം. ദീസ് ആർ ദി ഹാൻഡ്സ് ഹൂസ് സ്റ്റേഡി ലേബർ ബ്രിങ്സ്. ദീസ് ആർ ദ ഹാൻഡ്സ്, ഇതാണ് ആ കൈകൾ, അല്ലെങ്കിൽ ഇതാണ് ആ കരങ്ങൾ. ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈകൾ. ഹൂസ്, ആരുടെ കരങ്ങളാണ്? സ്റ്റേഡി ലേബർ ബ്രിങ്സ്. സ്റ്റേഡി എന്ന് പറഞ്ഞാൽ ശക്തിയുള്ള അല്ലെങ്കിൽ ഉറച്ച. ലേബർ മീൻസ് അധ്വാനം. അപ്പോൾ ആ ശക്തിയുള്ള ഉറച്ച അധ്വാനം അത് കൊണ്ടുവരുന്നു, ബ്രിങ്സ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ ആരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്? നമ്മുടെ പ്ലോമാൻ്റെ കാര്യമാണല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലോമാൻ്റെ ആ കരങ്ങളുടെ ഉറച്ച അധ്വാനം കൊണ്ടുവരുന്നുണ്ടല്ലേ. എന്ത്? ദ പെസൻസ് ഫുഡ്, അതാണ് കർഷകരുടെ ഫുഡ് കൊണ്ടുവരുന്നത്. പെസൻറ്റ് എന്ന് പറഞ്ഞാൽ കർഷകർ, അതായത് സമൂഹത്തിൽ താഴ്ന്ന തട്ടിൽ ജീവിക്കുന്നവരുടെ പെസൻറ്റ് എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അവരാണ് പെസൻസ് ഫുഡ് അല്ലേ, കർഷകരുടെ ഫുഡ് കൊണ്ടുവരുന്നത്, അതായത് അവരാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ദ ഗോൾഡൻ പോംബ് ഓഫ് കിങ്സ്, അതുപോലെ തന്നെ ആരുടെയും? ഗോൾഡൻ പോംബ് ഓഫ് കിങ്സ്, ആഡംബരമായി ജീവിക്കുന്ന കിങ്സ്, രാജാക്കന്മാരുടെയും. പോംബ് എന്ന് പറഞ്ഞാൽ ആഡംബരം. സമൂഹത്തിൽ താഴെ തട്ടിൽ കിടക്കുന്ന പെസൻസ് കർഷകരുടെ ഫുഡും ഉന്നതിയിലുള്ള കിങ്സിൻ്റെ ഫുഡും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകരാണല്ലേ. അപ്പോൾ രണ്ടുപേരുടെയും ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പ്ലോമാൻ അല്ലെങ്കിൽ ഫാർമർ ആണല്ലേ. ദിസ് ഈസ് ദ പേജ് ഹൂസ് ലെറ്റേഴ്സ് ഷോൾ ബി സീൻ. ഇതാണ് ആ പേജ്, അവിടെ നമുക്ക് ഒരുപാട് ലെറ്റേഴ്സ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ദിസ് ഈസ് ദ പേജ്? ഇവിടെ ഈ പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ വയൽ, അതാണ് ഇവിടെ ഈ പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലെറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫീൽഡ് അല്ലെങ്കിൽ പാടത്ത് വിതയ്ക്കുന്ന വിത്തുകൾ, സീഡ്സാണ് ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫീൽഡിലാണ് ആ സീഡ്സ് എല്ലാം വിതയ്ക്കുന്നത്. ചേഞ്ച്ഡ് ബൈ ദ സൺ ടു വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ. എന്താണ്? ആ ലെറ്റേഴ്സ് ആയിട്ടുള്ള സീഡ്സിനെ ചേഞ്ച്ഡ് ബൈ ദ സൺ, സൂര്യൻ വന്ന് അതിനെ മാറ്റുന്നു. എങ്ങോട്ട്? ടു ദ വേർഡ്സ് ഓഫ് ലിവിങ് ഗ്രീൻ, എന്നെന്നും നിലനിൽക്കുന്ന പച്ചപ്പായിട്ട് അല്ലെങ്കിൽ ചെടിയാക്കിയിട്ട് സൂര്യൻ അതിനെ മാറ്റുന്നു എന്നാണ് പറയുന്നത്. അതായത് പാടത്ത് വിതയ്ക്കുന്ന ഈ സീഡ്സ്, വിത്തുകൾ, സൂര്യൻ വന്ന് അതിനെ ജീവനുള്ള പച്ചപ്പാക്കിയിട്ട് അല്ലെങ്കിൽ ചെടിയാക്കി മാറ്റുന്നു. അപ്പോൾ അതിൽ നിന്നല്ലേ നമുക്ക് ധാന്യമൊക്കെ കിട്ടുന്നത്. ഇതെല്ലാം കർഷകർ ജോലി എടുത്തുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ആ ധാന്യമാണ് കർഷകരുടെയും സാധാരണക്കാരൻ്റെയും ഉന്നതിയിലെത്തിയ കിങ്ങിൻ്റെ വരെ ഫുഡ് എല്ലാം ആരുടെ കരങ്ങളാൽ ഉണ്ടായതാണ്? നമ്മുടെ കർഷകരുടെ കരങ്ങളാൽ ഉണ്ടായതാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ദിസ് ഈസ് ദ സ്കോളാർ ഹൂസ് ഇമ്മോർട്ടൽ പെൻ. ഇതാണ് ആ സ്കോളാർ. സ്കോളാർ മീൻസ് പണ്ഡിതൻ അല്ലേ. ഹൂസ് ഇമ്മോർട്ടൽ പെൻ, അദ്ദേഹത്തിൻ്റെ ആ അനശ്വരമായ അല്ലെങ്കിൽ ആ നശിക്കാത്ത പെൻ.
ഇവിടെ ഈ പെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫാർമറുടെ ജോലി അല്ലെങ്കിൽ കൃഷിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ജോലി. അതാണ് ഇവിടെ ഈ പെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെൽസ് ദ ഫസ്റ്റ് ലെസൺ ഹങ്കർ ടോട്ട് ടു മെൻ. അവരാണ്, ഈ പണ്ഡിതനാണ് മനുഷ്യരുടെ ഒന്നാമത്തെ പാഠമായ ഹങ്കർ, വിശപ്പ് എന്നത് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാം അധ്വാനിക്കുന്നത് നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയാണല്ലേ. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം അധ്വാനിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ ഏറ്റവും നല്ല പണ്ഡിതൻ ഈ പ്ലോമാൻ ആണ് എന്നാണ് പറയുന്നത്. ദീസ് ആർ ദ ലൈൻസ് ദാറ്റ് ഹെവൻ കമാൻഡഡ് ടോയിൽ. ഈ വരികൾ ഹെവൻ കമാൻഡഡ് ടോയിൽ, സ്വർഗത്തിൻ്റെ നിയമമാണ്. സ്വർഗത്തിൻ്റെ നിയമം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിയമമാണ്. കമാൻഡഡ് ടോയിൽ എന്ന് പറഞ്ഞാൽ നിയമം, ദൈവം കൽപ്പിച്ചത്, ദൈവത്തിൻ്റെ നിയമം. ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ചാർട്ടർ ഓഫ് ദി സോയിൽ. ഇതാണ് ആ ലൈൻസ്. ഏത്? ഷോസ് ഓൺ ഹിസ് ഡീഡ് ദ ചാർട്ടർ ഓഫ് ദി സോയിൽ. എന്താണ്? നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കണം. എവിടെ? നിങ്ങൾ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കണം. ചാർട്ടർ ഓഫ് ദി സോയിൽ, ഇതാണ് ആ മണ്ണിൻ്റെ നിയമം. ചാർട്ടർ എന്ന് പറഞ്ഞാൽ നിയമം. അപ്പോൾ ഇതാണ് മണ്ണിൻ്റെ നിയമം. ആരുമായിട്ട്? ഹെവൻ. നിങ്ങൾ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കണം എന്നത് മണ്ണിൻ്റെ കരാറാണ്. ആരുമായിട്ട്? ദൈവവുമായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നിയമമാണ് നമ്മൾ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പോയം പറയുന്നത്. പോയം ഒരു ഫാർമറുടെ ജീവിതവും ഹാർഡ് വർക്കിനെയും കുറിച്ചിട്ടുള്ള പോയമാണ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.